അതെ, ഇന്ന് ഞാനൊരു കുഞ്ഞു കഥ പറയാം. എൻ്റെ കഥ തന്നെയാണ് കേട്ടോ. 2017, അതായത് ഞാൻ നേഴ്സിംഗ് പാസ്സായി ജോലിയും കൂലിയും ഒന്നുമില്ലാതെ അപ്പൻ്റെയും അമ്മയുടെയും ചെലവ് ജീവിക്കുന്ന സമയം. എനിക്കന്ന് 22 വയസ്സായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വീട്ടിലിരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് വേഗം വായിച്ചു. എൻ്റെ 22 വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എന്നെ തന്നെ വെറുത്ത സമയമായിരുന്നു കേട്ടോ. മാനസികമായി ഞാൻ ഒരുപാട് തളർന്ന ഒരു സമയമായിരുന്നു. എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടാണ് അവരെന്നെ ഇത്രയും ദൂരെ ജോലിക്ക് വിട്ടത്. വേറെ അങ്ങോട്ടുമല്ല, അങ്ങ് ചെന്നൈക്കായിരുന്നു കേട്ടോ. ഡാഡിയാണ് എൻ്റെ കൂടെ അന്ന് വന്നത്. അന്നൊക്കെ ഞാൻ ആകെ വാ തുറക്കുന്ന എൻ്റെ വീട്ടിൽ മാത്രമാണ്. സ്കൂളിലേക്ക് ചെന്നാലോ കോളേജിലേക്ക് ചെന്നാലോ ഞാൻ ആകെ സൈലൻ്റാണ്. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും എന്നെക്കൊണ്ടില്ലായിരുന്നു. പക്ഷേ ഈ 22 വയസ്സായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. അതിനുശേഷം ഞാൻ അങ്ങ് ആകെ മാറി. അന്നേ എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നയനെ, ആരെയും വിശ്വസിക്കരുത്. നിൻ്റെ സന്തോഷങ്ങളോ നിൻ്റെ ദുഃഖങ്ങളോ ഒന്നും ആരോടും പറയരുത്. നമ്മളീ കാണുന്നൊന്നും അല്ലടാ പച്ചയായ മനുഷ്യനെന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്നെ സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. അതെൻ്റെ മനസ്സ് വല്ലാണ്ട് അങ്ങ് തട്ടി കേട്ടോ. നിൻ്റെ ജീവിതം തീർന്നതെന്ന് നീ വിചാരിക്കരുത്. ഇനിയാണ് നിൻ്റെ ജീവിതം തുടങ്ങുന്നത്. നീ ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കരുത്. നീ എല്ലാവരുടെയും മുന്നിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അന്ന് ഡാഡി തന്ന ആ ഒരു ബലമാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം. പിന്നെ എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു കേട്ടോ. കുതിര മുതിര എന്ന അവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്നു അവിടെ. അങ്ങനെ അതിനുശേഷം ഞാൻ ഓരോ ഹോസ്പിറ്റലിൽ മാറും തോറും എല്ലാവരുടെയും മുന്നിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാക്കാൻ ഞാൻ പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആ എനർജി ഒന്നും കൂടെ കൂടി എന്നുള്ളതാണ് സത്യം. എൻ്റെ ഡാഡിയെപ്പോലെ തന്നെ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു മിഥുൻ ചേട്ടായുടേതും. മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴും ചേട്ടായി പറയും, നീ ഓക്കെയാണ്, നീ അങ്ങ് ചെയ്തോടി. ഈ ഒരു ബാക്ക് സപ്പോർട്ടൊന്നും നമുക്ക് എല്ലായിടത്തൊന്നും കിട്ടൂല അല്ലേ. ഡേ എന്തുവാടേ കട്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. മിഥുൻ ചേട്ടായുടെ ഇരിപ്പുണ്ടോ, സങ്കടപ്പെട്ടിരിക്കും എന്തോ പോയി അണ്ണാനെ പോലെ. സംഭവം ഒന്നുമല്ല, ആളുടെ ജോലി പോയിരിക്കുകയാണേ. അപ്പം ഒരു ജോലി തപ്പി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ ഈ പരിത്രാണ വരെ ഒന്ന് വരാം. പരിത്രാണാകുമ്പോൾ സഹായിക്കാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ. നെഞ്ചുരുകി പ്രാർത്ഥിച്ച അമ്മ വിളി കേൾക്കാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കോട്ടയം നിസാനിലേക്കായിരുന്നു. എന്തായാലും വന്ന കാര്യം നടന്നു കേട്ടോ. നിസാനിൽ വേക്കൻസി ഇല്ലായിരുന്നെങ്കിലും തൊട്ടടുത്തുള്ള ഫോക്സ്വാഗൻ്റെ ഷോറൂമിൽ അവിടെ HR മാനേജറായിട്ട് മിഥുൻ ചേട്ടായിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടി. ഞങ്ങളുടെ മനസ്സൊന്ന് തെളിഞ്ഞത് ഇപ്പോഴാണേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ വേക്കൻസിലേക്ക് കടന്നു. ചായ കുടി നല്ല ചൂടുള്ള പഴംപൊരിയും അടിപൊളിയായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് അങ്ങ് പോയി.